ഹലോ മിലവേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ മൻഹയുടെ സീസൺ 2 എപ്പിസോഡ് 4 സോ കഥയിലോട്ട് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ആർത്തർ അവൻ്റെ ക്ലാസ്സിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെല്ലാം നമ്മുടെ ആർത്തറിനെ നോക്കുന്നുണ്ട്. ദേ ഇവനല്ലേ ആ DC ഓഫീസർ, ഇവൻ വളരെ ശക്തനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എലീജ പറയുന്നുണ്ട്, മിസ്റ്റർ DC ഓഫീസർ, നീ വളരെ ഫേമസ് ആയെന്നാണ് തോന്നുന്നത്. അതെ അതെ, ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ കറുത്ത യൂണിഫോം ഇട്ടത് നീ മാത്രമാണ്. അപ്പോൾ അവിടേക്ക് ഒരു പ്രൊഫസർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡ് ചിന്തിക്കുന്നുണ്ട്, ഇതൊരു കോൺജുറാണല്ലോ. പക്ഷേ അയാൾക്ക് അയാളുടെ മാനയിൽ നല്ല നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് എനിക്ക് അയാളുടെ മാനാക്കോറിൻ്റെ ലെവൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രൊഫസർ പറയുന്നുണ്ട്, എല്ലാവരും മിണ്ടായിരിക്കേ, ഇനി ഞാൻ ക്ലാസ് എടുക്കുന്നത് വരെ ആരും മിണ്ടരുത്. ഫണ്ടമെൻ്റൽസ് ഓഫ് മാന തിയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രൊഫസർ എവിയസ്. പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അടിസ്ഥാന ക്ലാസ് ആണെങ്കിലും ഈ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ക്ലാസ്സിൽ രസകരമായ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ അസൈൻമെൻറ്റുകളും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് തുടങ്ങുന്നത് ഒരു ഡിസ്കഷനിൽ നിന്നാണ്. എന്താ കണ്ടൻറ് എന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ കോൺജുറേഴ്സ് ആയിരുന്നു ഓഗുമെൻറ്റേഴ്സിനേക്കാൾ ബെറ്റർ. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ട് കാലത്ത് ഒരു ഓറഞ്ച് കോറിൽ എത്തുന്നത് പോലും പ്രയാസകരമായൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഗുമെൻറ്ററേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് കോൺജുറർമാരായിരുന്നു. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ശരീരം വെച്ച് നോക്കുകയാണെങ്കിൽ കോൺജുറർമാർക്ക് കൂടുതൽ വികസിതമായ മാന ഞരമ്പുകളുണ്ട്. ഇവയാണ് ചുറ്റുമുള്ള മാനയെ ആഗിരണം ചെയ്ത് മാനാക്കോറിലേക്ക് എത്തിക്കുന്നത്. അതേസമയം ഓഗുമെൻറ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ വികസിതമായ മാനാചാലുകളുണ്ട് അവരുടെ ശരീരത്തിൽ. ഈ മാനാചാലുകളാണ് മാനാക്കോറിൽ നിന്ന് മാനയെ അവരുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ പറ, രണ്ട് മേജസ് ഉണ്ട്. അതിലൊരാൾ കോൺജുറർ, മറ്റാൾ ഓഗുമെൻറ്റർ. രണ്ടുപേരും സിൽവർ ഘട്ടത്തിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആർക്കായിരിക്കും ശക്തി കൂടുതൽ? പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം നിങ്ങൾ, സ്വന്തം കോറിന് മാത്രമല്ല ശക്തി വേണ്ടത്, ശരീരത്തിനും ശക്തി വേണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആർത്തർ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലിജ പറയുന്നുണ്ട്, എടാ എന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാം, എൻ്റെ ക്ലാസ് അപ്പുറത്താണ്, ഞാൻ പോട്ടെ. ആടോ ഓക്കെ, നമുക്ക് ലഞ്ച് ബ്രേക്കിന് കാണാം. പിന്നെ നീയാണ് ഫസ്റ്റ് എത്തുന്നെങ്കിൽ നീ ആ ക്യൂവിൽ എനിക്കൊരു സ്ഥലം പിടിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ആർത്തർ അവൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ പ്രിൻസസ് കാത്തലിൻ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഞാനിവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ കുറേ സീറ്റുകളുണ്ടല്ലോ, എന്നിട്ടും പ്രിൻസസ് കാത്തലിൻ എൻ്റെ അടുത്ത് എന്തിനാണ് വന്നിരിക്കുന്നത്? എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, ഓ അതിനെന്താ, നിങ്ങളിവിടെ ഇരുന്നോളൂ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാത്തലിൻ ആർത്തറിൻ്റെ പെറ്റിനെ കണ്ട് പറയുന്നുണ്ട്, ഓ ഇതിന് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഫെയർത്ത് വരുന്നുണ്ട്. ഹേ, ഇതാരാണ്? പ്രിൻസസ് കാത്തലിനും പിന്നെ എൻ്റെ ശത്രുവും. ഹേ, നമ്മളെപ്പോഴാണ് ശത്രു ആയത്? എന്നിട്ട് അവൻ്റെ മൈൻഡിൽ ഇരിക്കുന്നുണ്ട്, നീ എൻ്റെ ശത്രുവാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? അങ്ങനെ അവിടേക്ക് ഒരു പ്രൊഫസർ വരുന്നുണ്ട്. ഓ എൻ്റെ ക്ലാസ് വളരെ ഫേമസ് ആണ്, ഇന്ന് കുറേ കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ഇരിക്കുന്നുണ്ട്, ഇത് മറ്റേ പ്രൊഫസറല്ലേ, അന്നാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയവൻ. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ക്ലാസ് മാന മാനിപ്പുലേഷൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടുതലും പ്രാക്ടിക്കലാണുള്ളത്. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ ആ പ്രൊഫസർ നമ്മുടെ ആർത്തറിനെ കാണുന്നുണ്ട്. ഓ ഇതവനല്ലേ, അന്നാൾ എന്നെ അപമാനിച്ചു വിട്ടവൻ, ഇവന് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തറും അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇന്ന് ഞാൻ ഒരു ഫൈറ്റിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയാണ്. DC കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് എത്ര ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്കറിയണ്ടേ? അവരാണല്ലോ നമ്മളെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കെണിയിലൊന്നും ആരും വീഴില്ല. അപ്പോൾ നമ്മുടെ ഫെയർ തെണിക്കുന്നുണ്ട്, എൻ്റെ പേര് ഫെയർ തിവിസാർ, ഞങ്ങളെ തിരഞ്ഞെടുത്തത് ഡയറക്ടർ സിന്ധ്യ ഗുഡ്സ്കിയാണ്. ഞങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. അതെ അതെ, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. അപ്പോൾ ഫെയർത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ശിക്ഷണ ലഭിക്കുന്നത് എനിക്കൊരു ബഹുമതിയാണ്. പിന്നെ നിങ്ങളുടെ മാനാക്കോറിൻ്റെ സ്റ്റേജ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തായാലും അത് എന്നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, ഞാനൊരു ഓഗുമെൻറ്ററാണ്, പക്ഷേ ഇന്ന് ഞാൻ ലോങ് റേഞ്ചിലുള്ള അറ്റാക്കുകൾ മാത്രമേ ചെയ്യൂ. എന്നിട്ട് പ്രൊഫസർ ഒരു ബാരിയർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ഫൈറ്റ് ആരംഭിക്കുകയാണ്.
നമ്മുടെ ഫെയറിത്താവട്ടെ അവൻ്റെ വാട്ടർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് പാമ്പിൻ്റെ രൂപത്തിൽ അയാൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ പ്രൊഫസർ ബ്ലൂ ഫ്ലെയിം മാജിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫെയറത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്കിൽ നമ്മുടെ ഫെയറത്ത് നിലത്ത് വീണെടുക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഫെയറത്തിനെ അപമാനിച്ചിട്ടാണ് അവൻ അവൻ്റെ അഹങ്കാരം കാണിക്കുന്നത്. സോ അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്കെല്ലാവർക്കും പാടായിക്കട്ടെ. ഞാൻ വിചാരിച്ചു അവൻ എൻ്റെ സ്പെല്ലെല്ലാം തട്ടിക്കളയുമെന്ന്. ഇവിടെ ആരുമില്ലേ എന്നിട്ടൊന്ന് ഫൈറ്റ് ചെയ്യാൻ. സോ അപ്പോൾ നമ്മുടെ കാത്ലീന അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. കാത്ത്, നീ എവിടേക്കാ പോകുന്നേ? സോ അപ്പോൾ പ്രൊഫസർ അയാളുടെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഓ ആ പെൺകുട്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, ഇതൊരു ബഹുമതി തന്നെയാണ് രാജകുമാരി. പിന്നെ ഞാൻ ഈ ഫൈറ്റിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കരുത്. സോ അപ്പോൾ നമ്മുടെ കാത്ലീന ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രൊഫസർ അവൻ്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഇവളൊന്നും പറയുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് തുടങ്ങാം. സോ അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുകയാണ്. നമ്മുടെ കാത്ലീൻ ആവട്ടെ അവളുടെ ഐസ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ പ്രൊഫസർ ആവട്ടെ അദ്ദേഹത്തിൻ്റെ ബ്ലൂ ഫ്ലെയിം മാജിക് ഉപയോഗിച്ചുകൊണ്ട് അതിനെല്ലാം ഡിഫെൻഡും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഐസ് പോലത്തെ സാധനങ്ങൾ മുകളിലേക്ക് പൊക്കുന്നുണ്ട്. എന്നിട്ട് അതുമായിട്ട് നമ്മുടെ കാത്ലീൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഇത് ആ സ്പെല്ലല്ലേ ലൂക്കാസ് ആ എക്സാമിനേഷന് നടത്തിയ അതേ സ്പെല്ല്. സോ അതിനുശേഷം നമ്മുടെ കാത്ലീന അവളുടെ ഐസ് മാജിക്കിലെ ഐസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം മൂപ്പരാൾ ഈസി ആയിട്ട് തടയുന്നുണ്ട്. സോ അങ്ങനെ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാത്ലീൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാത്ലീൻ ആവട്ടെ ആ അറ്റാക്കിനെ തടയാൻ വേണ്ടിയിട്ട് അവൾ ഐസ് കൊണ്ടൊരു ചുഴലിക്കാറ്റുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അതിന് തടയാൻ പറ്റുന്നില്ല. ആ അറ്റാക്ക് നേരെ നമ്മുടെ കാത്ലീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കാത്ലീന ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവൾ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിഫെൻഡിങ് സ്പെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ അറ്റാക്ക് അവളുടെ അടുത്ത് വരെ എത്തുന്നുണ്ട്. സോ അങ്ങനെ അവിടെ വല്ലാത്തൊരു പൊട്ടിത്തെറിന് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രൊഫസർ നോക്കുമ്പോൾ നമ്മുടെ കാത്ലീനെ അവിടെ കാണാനില്ല. അവളവിടെ പോയി. സോ അപ്പം നമ്മുടെ ആർത്തർ ആവട്ടെ നമ്മുടെ കാത്ലീനെ സേഫായിട്ട് അവിടെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ചെറിയ കളി ഒരുപാട് നീണ്ടുപോയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? രാജകുമാരിയോടുള്ള നിൻ്റെ ആശങ്കയെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. എല്ലാം എൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിലോ? അതെ, തീർച്ചയായിട്ടും എൻ്റെ കൺട്രോളിലായിരുന്നു. പിന്നെ ഈ മികച്ച അക്കാദമിയിലെ ഒരു അധ്യാപകനായി ഞാൻ ഒരിക്കലും തൻ്റെ സ്റ്റുഡൻസിനെ അപകടത്തിൽപ്പെടുത്തില്ല. ഞാൻ ആ സ്പെല്ല് ഉടൻ തന്നെ സ്റ്റോപ്പാക്കാൻ പോവായിരുന്നു. സോ അപ്പം നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, വിഡ്ഢിത്തം, ആ സ്പെല്ല് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാത്ലീന് പരിക്കേറ്റിട്ടില്ല. എൻ്റെ പക്കലൊരു തെളിവുമില്ല. അങ്ങനെ ആവട്ടെ. എന്നാൽ പിന്നെ പ്രിൻസസ് കാത്ലീന് പകരം ഞാൻ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരാം. ഓ, നിനക്ക് താല്പര്യമാണെങ്കിൽ നീ വന്നോ. പ്രിൻസസ് കാത്ലീന എന്തായാലും തോറ്റു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ പേരിൽ എന്നോടൊന്നും തോന്നരുത്. സോ അപ്പോൾ നമ്മുടെ പ്രിൻസസ് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. കാത്ലീന, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ആർത്തർ, നിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. എന്തായാലും സഹായിച്ചതിന് നന്ദി. സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ പ്രൊഫസർ നമുക്ക് തുടങ്ങല്ലേ. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 4ാമത്തെ എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.